ഒരു വർഷമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന 4 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ജമ്മു കാശ്മീരിലെ ഉധംപൂർ ജില്ലയിലെ വനപ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നു. വ്യാഴാഴ്ച സേനാ ഉദ്യോഗസ്ഥരാണ് ഈ വിവരം അറിയിച്ചത്. മഴയിലും മൂടൽമഞ്ഞിലും സുരക്ഷാ സേന അവരെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ കുടുങ്ങിയത്. ബസന്ത്ഗഡിലെ വിദൂര ബിഹാലി പ്രദേശത്ത് ഇന്ന് രാവിലെ സൈന്യത്തിന്റെയും പോലീസിന്റെയും സംയുക്ത തിരച്ചിൽ സംഘം നടത്തിയ പ്രത്യേക രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയും ചെയ്തു. മോശം കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും കൂടുതൽ സേനകൾ സ്ഥലത്തെത്തി വൻതോതിലുള്ള തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 8:30ഓടെയാണ് ഭീകരരുമായി ബന്ധം സ്ഥാപിച്ചത്. അവർ 4 പേരുണ്ടെന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ ഈ സംഘത്തെ നിരീക്ഷിച്ചു വരികയാണെന്ന് ജമ്മു റേഞ്ച് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഭീം സെൻ ഡുട്ടി ഇവിടെ ഒരു ചടങ്ങിനിടെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു. മൂടൽമഞ്ഞിന്റെ അവസ്ഥ ഉണ്ടായിരുന്നിട്ടും തിരച്ചിൽ തുടരുകയാണെന്നും കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ യഥാർത്ഥ ചിത്രം പുറത്തുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിടിയിലായ ഭീകരർ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങളാണെന്നും കരൂർ നല്ലയ്ക്ക് സമീപം ഒളിച്ചിരിക്കുന്നതായി സൈന്യത്തിന്റെ പാരാ കമാൻഡുകളോട് നേതൃത്വത്തിലുള്ള സംയുക്ത തിരച്ചിൽ സംഘമാണ് കണ്ടെത്തിയതെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. രാവിലെ ജമ്മു ആസ്ഥാനമായുള്ള വൈറ്റ് നൈറ്റ് കോർപ്സ് ഓഫ് ആർമി എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി. നിർദ്ദിഷ്ട രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസന്ത്ഗഡിലെ ബിഹാലി പ്രദേശത്ത് ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു. തീവ്രവാദികളുമായി ബന്ധം സ്ഥാപിച്ചു. നിലവിൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ്. കാശ്മീർ ഹിമാലയത്തിൽ വാർഷിക അമർനാഥ് യാത്ര ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് ഓപ്പറേഷൻ ബിഹാലി എന്ന രഹസ്യനാമമുള്ള ഈ ഓപ്പറേഷൻ വരുന്നത്. സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ബുധനാഴ്ച രാത്രി സാംബ ജില്ലയിലെ പുർമണ്ഡലിൽ സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് ഓപ്പറേഷൻ സമാധാനപരമായി അവസാനിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ത്യയെ തകർക്കുന്നതിനായി ഇന്ത്യയിലേക്ക് കടന്നുവന്ന ഭീകരവാദികളെ ഏത് കോണിൽ നിന്നും പിടിക്കുമെന്നാണ് സേനാ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് അംഗരാജ്യമായ പാകിസ്ഥാനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിമർശിക്കുകയുണ്ടായി. ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ മറ്റു അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിനെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കുള്ള മറുപടിയായി അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ അതിർത്തി കടന്നുള്ള തീവ്രവാദ ആക്രമണങ്ങൾ തടയുന്നതിനും അതിർത്തി കടന്നുള്ള തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനുമായി മെയ് 7-ന് ആരംഭിച്ച മുൻകരുതൽ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനെ നേരിട്ട് വിമർശിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞു, ചില രാജ്യങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരതയെ നയതന്ത്ര ഉപകരണമായി ഉപയോഗിക്കുകയും തീവ്രവാദികൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നു. അത്തരം ഇരട്ടത്താപ്പുകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാകരുത്. അത്തരം രാജ്യങ്ങളെ വിമർശിക്കാൻ SCO മടിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഭാരതീയ ജനതയുടെ സമാധാനം നിലനിർത്തുക എന്നതാണ് പ്രധാനം. നരേന്ദ്രമോദി എന്ന അതിശക്തനായ പ്രധാനമന്ത്രി ഓരോ ദിവസവും പോരാടുന്നത് അതിനു വേണ്ടിയാണ്. ഒരു തരത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾക്കും വഴിവെക്കില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. ആക്രമിച്ചാൽ തിരിച്ചും ആക്രമണം എന്ന നിലപാടിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് ചുവടുവെക്കാത്ത വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ കരുത്തുറ്റ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണെന്ന് പറയുമെന്നാണ് ജനങ്ങൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെയും ജനങ്ങളെയും ഇത്ര കണ്ട് സംരക്ഷിക്കുന്ന മറ്റൊരു നേതാവ് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നും ഭരണം ആ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് അഭിപ്രായമുള്ളവരാണ് ഭൂരിപക്ഷം ജനങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.